മലൻസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും കാണുന്നത്. എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ UK ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു മിനിമം നമ്മളൊരു 4 വർഷത്തിന് ശേഷമാണ് വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ ചെയ്തിരുന്ന വീഡിയോസ് കൂടുതലും വണ്ടികൾ ബേസ് ചെയ്തിട്ടാണ്. വണ്ടികളും ചെറുതായിട്ടുള്ള ടൂറിസ്റ്റ് ട്രിപ്പായിരുന്നു. അത് കോവിഡിൻ ടൈമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ UK ചെറിയ ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന വീഡിയോസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ, മല്ലൻസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഒക്കെ വേണം. ഓക്കെ, ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ അതായത് നോസ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തെ സഫാരി പാർക്കിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പാർക്കിൽ സഫാരിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ 10 മണിക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത്. പക്ഷേ പറഞ്ഞ കാര്യമില്ല, ഇവിടുന്ന് പിള്ളേരെയൊക്കെ സെറ്റാക്കി നമ്മൾ പോകുമ്പോഴത്തേക്കും 10:30 ഇവിടുന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു 51 മൈലാകുമ്പോൾ നമുക്കൊരു 75 കിലോമീറ്റർ അല്ല 39 മൈൽ കേട്ടോ. 39 മൈലാണ്. 39 മൈൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു 50 കിലോമീറ്റർ ഇവിടുന്ന് 50 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് പോയി കാണാം. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാൽ, എന്തുകൊണ്ടാണ് ഞങ്ങൾ മല്ലൻസിനകത്ത് ഇപ്പോൾ രണ്ടുപേരും കൂടെ കാണാത്തത് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടച്ചാര് എൻ്റെ ഇവിടുന്ന് ഇച്ചിരി ദൂരമാണ്. എനിക്ക് ഇവിടുന്ന് 2 മണിക്കൂർ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ച് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ തീരുമാനിച്ച് കിട്ടുന്ന സാഹചര്യം ഞങ്ങൾ മാസത്തിൽ 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് കാണലുണ്ട്. അപ്പം അത് മുന്നിലുള്ളൊരു വണ്ടിക്കാരെ വണ്ടി നിർത്തിയതാന്നേ. നമ്മൾ നോസ്ലി പാർക്കിൻ്റെ ഏകദേശം അവിടെ എത്തി. ഞാൻ അവിടെ എൻ്റർ ആകാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഒരു 4 മിനിറ്റ്. ഇവിടെ ട്രാഫിക് റൂൾസ് ഒക്കെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫൈൻ വരും. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ ചില സമയത്തൊക്കെ നമ്മൾ പെഡലേക്ക് വെട്ടുന്നതും തിരിയുന്നതൊക്കെ കാണും. ഇപ്പം നമ്മൾ നോസ്ലിയിൽ അങ്ങോട്ട് കയറിയാണ്. ഇവിടെ തൊട്ടാണ് നമ്മൾ ഇനി പോണത്. ഇവിടെ ചെക്കിംഗ് പോയിന്റ്. ഈ ചെക്കിംഗ് പോയിന്റിൽ നിന്ന് വേണം നമ്മുടെ ഇത് കാണിക്കണം, ടിക്കറ്റ്. ഇത് ടിക്കറ്റ് കാണുന്നില്ല. കിട്ടിയോ? ഓ സോറി. Okay. You also have our Easter Fun. That's free to take part in. If you manage to get it all out, head down to Bunny Burrows at 4-5 o'clock to get the rewards, okay? Thank you. Thank you. അവിടുത്തെ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടുത്തെ ഗൈഡൻസ്. ഇനിയാണ് നമ്മൾ പോണത്. ഈ മാപ്പ് നോക്കിയാണ് പോകാൻ കേട്ടോ. ഇവിടെ സൈഡാക്കാം. എവിടെ പാർക്ക് ചെയ്യണം? ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് പാർക്ക് ചെയ്യത്തില്ല. എൻ്റെ മുഖം കാണുന്നില്ല. മുത്തേ പൊക്കി പിടിക്കുക ഇങ്ങനെ, എന്നാലല്ല എൻ്റെ മുഖം കിട്ടുള്ളൂ. എന്തോ വീഡിയോ ഓഫ് ചെയ്യാർ ആയില്ല മുത്തേ. ജിറാഫ്. ഓ സഫാരി. ഇവിടെ വണ്ടി നിർത്തിയേക്കുന്നേ. ഇവിടെ നിർത്താൻ പറ്റുമോ? ഇവിടെ നമ്മൾ കാർ പാർക്ക് കേട്ടോ. ഇതാണ് നോസ്ലി പാർക്കിന്റെ ഡ്രൈവ് മാപ്പ്, സഫാരി ഡ്രൈവ് മാപ്പ്. ഈ മാപ്പ് നോക്കിയാണ് നമ്മൾ ഇനി വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും നമ്മളോട്, ഞാൻ 3-4 പേരോട് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ കുരങ്ങൻ്റെ സോൺ 7 ഇതാണല്ലേ, ഈ സോണിൽ പോയേക്കരുതാണ് വണ്ടി കൊണ്ട്. പോകുന്നവർക്കെല്ലാം അവരുടെ വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവന്മാർ വലിച്ചു പറിക്കും.
വിശദമായിട്ട് ഇതൊക്കെ എന്നൊക്കെ കാണുന്നത്, നമുക്ക് എന്നൊക്കെ കാണാൻ പറ്റും നോക്കാം. നമുക്ക് ഇന്ന് എന്തൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ നമുക്ക് നോക്കാം. എന്റെടാ ഒരു പറ്റി മക്കളെ, ഞങ്ങൾ ആദ്യം ഒരു ക്യാമലിൻ്റെ കണ്ടായിരുന്നു. അപ്പം അത് കണ്ടെല്ലാം കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ എല്ലാം എടുത്തു. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അത് ടൈം ലാപ്സായി. ഇനിയിപ്പം നമുക്ക് അടുത്ത് സെക്കൻഡ് സോൺ വെച്ച്, അല്ല സോൺ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ സോൺ 3ലേക്ക് കയറാൻ പോവാം. അതുകൊണ്ടല്ലോ ഇതുണ്ട്, എല്ലായിടത്തും ഇവർ പറയുന്നുണ്ട് ആനിമലിന് ഫുഡ് കൊടുക്കാൻ പാടില്ലെന്ന്. നമ്മൾ പോകുന്ന റോഡ് ഇങ്ങനെ അതേത് സാധനം നമ്മൾ റൈനോനെ കൂട്ടിക്കാണി ഓട്ടോപ്പഴിച്ചടാ, നമുക്ക് കാണാൻ പറ്റില്ല. അവരാ വണ്ടി ഉണ്ട് മുന്നിൽ കൊണ്ട്. Come on, Chucks. ഒട്ടപ്പക്ഷി മതി, വണ്ടി ഓടിച്ച് അതിനെ ഓടിച്ചു കൊടുക്കും. അയാൾ ഇവിടുന്ന് തീറ്റ കൊണ്ടെന്ന് നിങ്ങളെ അങ്ങോട്ട് വലിക്കുക. കൈ കാണിച്ച് തരുമോ? കൈ കാണിച്ച് ഇതെന്നാ ചോദ്യത്? ടക്കല്ല, ഓസ്ട്രിച്ച്, പക്ഷി. ഒരൊറ്റ അടി കിട്ടിയാ മതി. അതിവിടെ നിന്ന് അപ്പൊ അയാൾ കൊണ്ടുവന്നിട്ട് അതിന് തീറ്റ കൊടുത്ത് അതിനെ അങ്ങോട്ട് വലിച്ചോണ്ട് പോയി. എന്നാ സാധനം ബ്ലോക്ക് അല്ലല്ലോ, നമ്മള് കാണാൻ വേണ്ടല്ലേ. അത് മോശമല്ലേ? അല്ല ചോദവേ, അത് ഇതിന്റെ പുറത്ത് ഓസ്റ്റിച്ചിന്റെ അതിന്റെ മണം കേട്ടോ. അയ്യോ, അവര് പുള്ളിക്കാരൻ ചെയ്ത് തെറ്റല്ലോ ചോദവേ. നമ്മൾ ശക്തമായി ഇത് ചെയ്യണം കേട്ടോ. അത് മറ്റേ ഇതിന്റെ കുളിക്കാത്തോണ്ട് ഡെയിലി കുളിക്കണം. ഇതാ ചോദാണ് ഡെയിലി കുളിക്കണം എന്ന് പറയുന്നത്. മണം വരില്ലെങ്കിൽ ഇതുണ്ടോ? അയ്യോ, മറ്റേ ഇതിനകത്ത് കാണുന്നല്ലേ, ഏതാ നമ്മുടെ ഒരു പേരന് ആനുവൽ പ്ലാനറ്റ് അതൊക്കെ കാണുമല്ലോ. ഓ വരുന്നുണ്ട്, ഓടിക്കോ എന്നാ വലിപ്പം. അവിടെ അവിടുന്ന് ഇറങ്ങി വരും നോക്ക്. എത്താൻ പോണ റോട്ടിൽ കൂടെ നടന്നു പോകുന്ന ഒന്നിനെ കാണാം. ഇതുണ്ടോ? ഇത് വൈറ്റ് റൈനോ കേട്ടോ. ഇവരുടെ നമുക്കൊരു ബുക്ക് തന്നില്ല. നമ്മൾ ആ കയറിയപ്പോൾ എൻട്രൻസിൽ അവരൊരു നമുക്കൊരു ബുക്ക് തന്നില്ലേ, ആ ബുക്കിനകത്ത് ഇവരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാ വലിപ്പല്ലേ നോക്കി. ഓത്തോടോ പണി പാളി ചോദാമേ, അവൻ റോട്ടിൽ കയറി നിൽക്കുക. ഓ അതിന്റെ കുഞ്ഞുണ്ടല്ലോ കൂടെ, അതിന്റെ കുഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ബേബി ഇതാ ഓടിപ്പോ. ഓടി കുഞ്ഞ് അതിന്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇതിനല്ല തോക്കും കൊണ്ട് വെടി വെച്ചാലൊന്നും ഉണ്ട കയറില്ലെന്നൊക്കെ പറഞ്ഞത്. ഭയങ്കര കട്ടിയാന്ന് അറിയാൻ ടീമാ. ഭയങ്കര തൊലിക്കെട്ടിയാ, ഒരു രക്ഷയില്ല അവനെ, ഒരു രക്ഷയില്ല. ഇത് ബേബി റൈൻ, അതുകൊണ്ട് ആ റോട്ടിലാ വലുത് നിന്നത്. ജോതാമേ നീ പോണാണ്, നീ എനിക്കിട്ട പണിയായിരുന്നു. നീ എനിക്കിട്ട പണിയായിരുന്നു. അതല്ല ജോതാമ ചെറുതോടെ ഇരിക്കുന്നേ, അതാണ്. ഇപ്പൊ നമ്മള് ക്ലോസ് ചെയ്താണ്, അതുകൊണ്ട് അപ്പൊ നമ്മളിങ്ങനെ പോയി അടുത്ത സോണിലേക്ക് പോവാണ്.
ആനിമൽസ് ഇനിയുണ്ട്. പുറകിലും വണ്ടികളുണ്ട് കേട്ടോ. നമുക്ക് ഓവർടേക്ക് ചെയ്യാലോ. ചെയ്യും. സ്പീഡിൽ കൂടുതൽ നമ്മൾ ഈ പാർക്കിനകത്ത് വഴിക്കടെ കാണിക്കുന്ന ആരടി ചിരിക്കുന്നുണ്ടല്ലോ. അതെന്നറിയോ, നമ്മള് കണ്ട സാധനങ്ങൾ പൊട്ടിക്കണം. സ്റ്റിക്കർ ഞാൻ ചെയ്യട്ടെ. കണ്ടോ? ഓ അങ്ങനെ ഉണ്ടല്ലേ. ചോദുവിനെ ചെയ്യിപ്പിക്കണം. വേണ്ട, നമ്മളതിന്റെ ഒട്ടിച്ചു ടിക്ക് ചെയ്യണം. അല്ല, നമ്മൾ എവിടെ മാന്. ആ നമ്മൾ നേരത്തെ ബദാമേ മാന് നിക്കുന്നുണ്ടോടാ, മുട്ട മാന്. ഇതാ പോകുന്ന ജോതം. കുഞ്ഞു നോക്കണ, വേണം കുഞ്ഞു നോക്ക്. അടുത്ത റോഡ് ക്രോസ് ചെയ്യുന്നു. എന്റെ പൊന്നെ, കണ്ടോ? അതിന് പേടിയാണോ? നീ പേടിക്കണ്ടല്ലോ, എന്തിനു പേടിക്കുന്നേ? അത് ഇനി തിന്നാൻ പോവാണേ. അടുത്ത വരുന്നുണ്ട്, നമുക്ക് നിർത്തി നോക്കാം. കണ്ടോ? അടുത്ത ആൾ നടന്നു വരുന്നുണ്ട്. സഫാരി ബസ്, ഇവരുടെ ഇവിടുത്തെ ബസ്സുണ്ട് കേട്ടോ. കണ്ടോ? അത് അടുത്ത് നടന്നു വന്നു. എന്നെ വലിപ്പല്ലേ നമ്മുടെ. കണ്ടോ? പറ്റില്ല, അവിടെ ഇരുന്നോട്ടെ. അവിടെ ഇരുന്നാണ്ടോ? കണ്ടോ? എന്റെ പേരെന്താ? പൊട്ടിക്കുന്നുണ്ടത്. അത് കൂട്ടി പോയി തിന്നാൻ പോവാ. ഇത് കുഞ്ഞു മൂരി കേട്ടോ. ഇനി നമ്മൾ അടുത്തടുത്തേക്ക് പോവാണ്. കോമൺ അല്ലേ? ബബൂൺസിന്റെ കൂടെ എത്തിയോ നമ്മൾ ഇത്ര പെട്ടെന്ന്? ബബൂൺസ് വേണ്ട നമുക്ക്. ബബൂൺസിന്റെ ഇങ്ങോട്ട് വാമ. നമ്മളെ വണ്ടി പോയി കഴിഞ്ഞ് ഇത് വലിച്ചൊറിക്കും. നമ്മളെ ഫ്രണ്ട്സ് ഇതിന്റെ ഈ ഇവിടെ വന്നിട്ട് ബഫൂൺസിന്റെ അകത്ത് പോയി. ബബൂൺസിന്റെ അവിടെ പോയി കഴിഞ്ഞിട്ട് അടുത്തന്നെ BMW ഫ്രണ്ടിലത്തെ ഗ്ലാസിന്റെ ഒക്കെ വലിച്ചു പറിച്ച് പാലിച്ചു. അതുണ്ടോ? പിന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടി അവിടെ പ്രത്യേക ഗേറ്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോണില്ല. അറിയത്തില്ല, അവിടെ ചോദിക്കണം. നീ എന്നെ ഇറങ്ങി ചോദിച്ചു. നിനക്കല്ല ലാംഗ്വേജ് അറിയാവുന്നത്. നീ ചോദിച്ച് ഇറങ്ങിയിട്ടൊന്നും. കാരണം അറിയോ, ഇതിനകത്ത് വരത്ത് ചാടാൻ ബുദ്ധിമുട്ടറിയോ? മരങ്ങൾ ഒറ്റപ്പെടുത്തി നിർത്തിയിട്ട് ഇവർ അതിന്റെ മേളിലാ ഗേറ്റ് പിടിപ്പിച്ചേക്കുന്നത്. നോക്ക് ചോദാ, ഇവിടെ നോക്കണേ. ഇത് കുഞ്ഞതാട്ടോ. നമ്മുടെ നാട്ടിലത്തെ കോലാട്. അവിടെ എല്ലാം എണീറ്റ് കേട്ടോ. ആ താങ്ക് യു. ഇത് ഞങ്ങളൊന്നും ചെയ്യൊന്നുമില്ല. ആര്? എന്ത്? അതെന്താ? ആ മാന. അതൊരു കുതിരയുടെ നമ്മുടെ എനിക്ക് നാട്ടില് കേഴാന്ന് പറയില്ലേ? മറിയാമ്മയുടെ ആഗ്രഹമാണേ ഇവിടെ വന്ന് ഈ കാട്ടിയിരുന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഏതെങ്കിലും സിംഹം വന്ന് തിന്നും ചെയ്യണം. അതുകൊണ്ട് വൈറ്റ് കളർ നല്ല രസമുണ്ടല്ലോ. നല്ല ക്ലീൻ ആണല്ലോ. ഒരു ആടിന്റെ ലുക്ക്. ആ ലുക്ക്. പക്ഷെ മെലിഞ്ഞ് പൊക്കമുള്ള കാല് ഭയങ്കര നീണ്ട ഒരാട്.
ഇതല്ലേ എപ്പോഴും കൂട്ടം കൂടി നിൽക്കുള്ളൂ. ആ, കാരണം ഇതുങ്ങൾ രാത്രിയിൽ ഇത് കൂട്ടം കൂടി റോഡരികിലേക്ക് വരുവാണ്. അതിൻ്റെ അർത്ഥം അടുത്ത് മറ്റേ കടുവയോ പുലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അറിയില്ല, നമുക്ക് കേട്ട് കേൾവികൾ മാത്രമാണ്. വെള്ളം കുടിച്ചു കിടന്നു. നമ്മള് കുടുങ്ങി കേട്ടോ, അവള് കുടുങ്ങി കുടുങ്ങി. നീങ്ങുക, ഇമ്മേന്റെ എടുത്തിരിക്കണം. അതെടുക്കല്ലേ, അതെടുക്കല്ലേ, എനിക്ക് വേണം. ഒന്ന് ജോല എത്ര എണ്ണം നോക്കി? 1 2 3 4 5 ഉണ്ട്. ഇത് വലുതല്ലേ ജോതമേ? എന്നെ വലുതല്ല ഇത്? അയ്യോ, നമ്മള് കുടുങ്ങി. നമ്മള് സ്റ്റക്കാണല്ലോ. നമ്മള് സ്ട്രക്ക്. അവിടുന്ന് പുറത്തിറങ്ങി. നോട്ട് സീ ഓൾ അനിമൽ ഡ്രൈവ് അഗെയിൻ കം ബാക്ക് ലേറ്റർ. നമുക്ക് ഒന്നുകൂടി വേണേ വരാൻ കേട്ടോ. അവര് വേറെ കണ്ടുണ്ട്. അല്ല, നമ്മള് ജസ്റ്റ് ടാഗ് ചെയ്യാൻ ഇൻ കേസ് ഇവര് അടുത്ത് കിട്ടിയ നല്ല ഫോട്ടോസ്. നമ്മൾ ഫുഡിങ് എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പം അടുത്തത് ഫ്രൂട്ട് സഫാരി, അതായത് നടന്ന് കാണാനുള്ള. എനിക്കൊരു പറ്റി ഞാനേ ജോതാവിനെ കയറ്റി. ജോതാവിനെ കാർ സീറ്റിലൊക്കെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ ഷൂ എടുക്കാൻ പറ്റുപോയി. ഷൂ ഇല്ല, അതുകൊണ്ട് എനിക്ക് വേണി കിട്ടി. ഞാനിപ്പോൾ ഇവനെ പൊക്കുന്നതാണ്. പോയി നോക്കാമല്ലോ ജോതമേ. വെള്ളം ഗന്ധമുള്ള അല്ലേ? ഇല്ല ഇന്ന് ജിറാഫിനെ കണ്ടോ ജോതമ്മ? ഇത് നോക്കി, ഇതുണ്ടോ? കണ്ടോ? അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതിന് മണ്ടേ ഇരിക്കുന്നുണ്ടോ? എത്ര നാളെ കുഞ്ഞു പിരിക്കുന്നു. പൊങ്ങി നോക്കുന്നു. സേവ് വാട്ടർ ഉണ്ട്. ജിറാഫ് നിൽക്കുന്നു. ചോദ ജിറാഫ്. ഉണ്ട്. ജിറാഫിനെ കണ്ടോ? എന്നാ വലുതല്ലേ? കണ്ടോ? എന്നാ ആ പട്ടീനെ കണ്ടോ? പന്നി കഴിക്കുവാണോ? ആഹാ, ഇങ്ങോട്ട് തന്നെ ഉള്ള നമുക്ക് പോയി നോക്കിയാലോ. അപ്പം അതിന് ചെവി ഉണ്ടോ ജോതമ്മ? എൻ്റെ ചെവി ഉണ്ടോ? കണ്ടോ എൻ്റെ ചെവി ഉണ്ട്? കടിച്ചോണ്ടിരിക്കുക, പല്ലിലാകുക, മൂർച്ച വയ്ക്കുക. കണ്ടോ? കണ്ടോ? അതല്ലേ പറഞ്ഞത്, വെറൈറ്റി ചെവിയല്ല അതിന്.
ഇതാണ് വ്യൂവിങ് സ്പോട്ട് ചോദാമേ. ഇവിടെ നിന്നാണ് ടൈഗർ വെള്ളം കുടിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാമെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ടൈഗറെ കാണാൻ അന്നേ ഉണ്ട്. അതാ വരുന്നോ, അങ്ങുണ്ടോ, പറന്നു വരുന്നുണ്ടോ? എവിടെയാ? അങ്ങുണ്ടോ, അങ്ങുണ്ടോ? കിട്ടി. നടന്നു അവിടെ കിടക്കുവോ? ആ കണ്ടേ, ഓർമ്മ എണീപ്പിച്ചു. അടി കിടന്നു. അടുത്തത് സീ ലയൺസിന് ഇത് കാണാൻ വേണ്ടി പോകണം. 3 മണിക്കെന്ന് പറഞ്ഞു. എല്ലാവരും ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പോകണം. ഞങ്ങളതിൽ കയറിയപ്പോൾ തന്നെ ഫുൾ ആളായി. ഏകദേശം അത് ഫുൾ ഫില്ലായിരുന്നു. അവർ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തു. എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് 2 സീ ലയൺസിനെ അവർ കാണിക്കുന്നത്. ഒന്ന് ആർത്തറും പിന്നെ ഒന്ന് ലിയോയും. അപ്പം അവരതിനെ ട്രെയിൻ ചെയ്ത് കാണണം. അതിൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അവിടെ ട്രെയിൻ ചെയ്തെടുത്തേക്കുന്നത് എങ്ങനെയത് അവർ പറയുന്നു. അവർ വേറെ കൈ കൊണ്ടുള്ള ആക്ഷനുകൾ അവർ പറയുന്നു, അതുപോലെ ചെയ്യുന്നു. എല്ലാവരും അതിശയിച്ച് ജോതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. അവർ ലിയാനെയും ആർത്തറും, ലിയോ ആൻഡ് ആർത്തറിനാണ് അത് രണ്ടിനെ ട്രെയിൻ ചെയ്യുന്നതിൽ അമേസിങ് ആണല്ലോ. നമ്മളിപ്പോൾ തലയിൽ ഇത് വെച്ച് കാണുന്നില്ലേ, ഒരു മീനെ അവർ കൊടുക്കും, മീനിൻ്റെ ഒരു സ്റ്റാച്ചു. അതവർ ബാലൻസ് ചെയ്യുന്നതാണ് ലിയോ. അതുണ്ടോ. പിന്നെ അവർ പറയുന്നത് നടക്കുന്നത് സീലും സീലയണും തമ്മിൽ നടക്കുന്ന വ്യത്യാസം അതവർ എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു. നമ്മൾ വിചാരിച്ചേക്കുന്നത് സീലയൺ എങ്ങനെയാണ്, നമ്മളെല്ലാത്തിനും സീൽ എന്നല്ല പറഞ്ഞത്. അപ്പോൾ അതിലുള്ള വ്യത്യാസം അവർ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. പിന്നെ അതിൻ്റെ ലൈഫ് സ്റ്റൈല്, ഫുഡിങ് എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞു. ഇപ്പോൾ അവരൊരു സാധനം താട്ടാക്കില്ല, അത് ചെമ്പി ടച്ച് ചെയ്യുന്നതാണ്. അമ്പ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയും. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നതാണ് ചിന്തിക്കുന്നത്. അതും ഒരു കടൽ ജീവിനെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് അതിന് ഇത്രത്തോളം. പിള്ളേരൊക്കെ ആണെങ്കിലോ പിള്ളേർ മാത്രമല്ല, ഈവൻ നമ്മളൊരു വലിയവർ പോലും കണ്ട് ആസ്വദിച്ചു. 2 സീ ലയൺസും ചെയ്യുന്ന ലിയോ ആണ്. അങ്ങനെ സീ ലൈഫ് കഴിഞ്ഞു. ഇനി നമ്മൾ ബേഡ്സിൻ്റെ അകത്താണ് കയറാൻ. ബേഡ്സിൻ്റെ കൂടെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ കഴിഞ്ഞല്ലേ ജോതാമേ? ബേഡ്സിൻ്റെ നമ്മൾ മൊത്തം വീഡിയോ എടുക്കാൻ പറ്റുമോ? കുറച്ചെടുക്കാം അല്ലേ? ബേഡ്സിനകത്ത് കയറി. അതിനകത്ത് അവർ ഇപ്പം കാണിക്കുന്നൊരു കൊക്കാണ്. അതിൻ്റെ പേര് പറഞ്ഞ് എനിക്ക് വീട്ടിൽ നമ്മൾ ബാക്കിലുണ്ട്, ക്ലിയർ ആയിട്ട് കേട്ടില്ല. അത് 18 മാസമായതേ ഉള്ളൂ. അവിടെ തന്നെ ഉണ്ടായ കുഞ്ഞാന്ന് പറഞ്ഞു കൊക്ക്. അതിനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയാണ്. ഇതൊരു കഴുകൻ പറന്ന് വരുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും ഞങ്ങൾ ഇരുന്ന സ്പോട്ട് എന്ന് പറഞ്ഞ രക്ഷയിലോട്ട് കറക്റ്റ് സ്പോട്ടാണ്. നമ്മൾ പിന്നെ മലയാളികൾക്ക് പ്രത്യേകത ഉണ്ടല്ലോ, അപ്പോൾ എപ്പോഴും പുറകെ പോയിരിക്കുക എന്നുള്ളത്. നമ്മളും വിട്ടുകൊടുത്തില്ല, നമ്മൾ ഏറ്റവും പുറകെ പോയി തന്നെയായിരുന്നു. അതുകൊണ്ടെല്ലാം ക്ലിയറായിട്ട് കണ്ടു കേട്ടോ. ഈ പറന്ന് വരുന്നത് നമ്മൾ ഈ ദുബായിലൊക്കെ കാണുന്നില്ലേ, ദുബായിലൊക്കെ ഇവർ ഈ അറബികൾ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടുള്ളൂ. അത് എരപിടിയൻ പരുന്ത്, അതിനും പേരുണ്ട് കേട്ടോ, പേരൊന്നും മറന്നു. ഇതാണ് മോനെ നമ്മുടെ മൂങ്ങ. അമ്പ പറന്ന് അവിടെ വന്നിരിക്കുന്നത്. പണ്ട് നമുക്ക് പറഞ്ഞു തന്നാൽ ഇത് കൂമൻ മോങ്ങ എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. എന്നാലും രക്ഷയിലോട്ട്. അത് മച്ചന്മാർ അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോസിരി സഫാരി പാർക്കിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ. ജോതാമേ ബൈ ബൈ പറഞ്ഞേ.